കാട്ടുപോത്തിനെ വനംവകുപ്പ് സംഘം മയക്കുവെടി വെച്ചു. കുറച്ച് ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുകയാണ്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നു. ബിജീഷ്, എപ്പോഴാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്? അജിൻസ്, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് മട്ടന്നൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട മേഖലി എന്ന് പറയുന്ന സ്ഥലത്ത് ബിജീഷ് കേൾക്കുന്നുണ്ടോ? അജിൻസ്, കേൾക്കാം. അതായത് വ്യാഴാഴ്ച വൈകിട്ട് രാത്രി 7:00 കൂടിയാണ് മട്ടന്നൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട മേറ്റടി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടുപോത്തിനെ ആദ്യമായി കണ്ടത്. ഒരു വീട്ട് പരിസരത്തായിരുന്നു കാട്ടുപോത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നാട്ടുകാരെത്തിയപ്പോൾ ആ മേഖല വിട്ട കാട്ടുപോത്ത് പിന്നീട് കീഴല്ലൂർ പഞ്ചായത്തിന്റെ പരിധിയിലേക്ക് കടന്നു. അങ്ങനെ ഈ മട്ടന്നൂർ നഗരസഭാ പരിധിയിലും കീഴല്ലൂർ പഞ്ചായത്തിന്റെ പരിധിയിലും വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന വിധത്തിൽ കാട്ടുപോത്ത് 2 ദിവസമായി വിഹരിക്കുകയായിരുന്നു. ഇതിനെ പിടികൂടാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം തന്നെ വനം വകുപ്പ് ആരംഭിച്ചു. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ കാട്ടുപോത്ത് നിൽക്കുന്ന സ്ഥലം വനംവകുപ്പ് അധികൃതർ കണ്ടെത്തിയിരുന്നു. പക്ഷേ രാത്രി വൈകിയതിനാൽ ഇന്നലെ രാത്രി ഇരുട്ടും മറ്റും വ്യാപിച്ചതിനെ തുടർന്ന് വെടിവെക്കാൻ സാധിച്ചില്ല. അതിനാലാണ് ഇന്ന് രാവിലത്തേക്ക് ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾ ദൗത്യം മാറ്റിയത്. ഇപ്പോൾ അല്പം മുൻപ്, അതായത് ഒരു 12:45 കൂടിയാണ് 12:30 കൂടിയാണ് ഈ കാട്ടുപോത്തിന് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ മയക്കുവെടി വെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. ഇതിനെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആറളം വനത്തിലേക്ക് തുറന്നുവിടാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ് അധികൃതർ ഉള്ളത്. അജിം. ശരി ബിജീഷ്.